അങ്ങനെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ അന്താളിച്ചിരിക്കുകയാണ് നിങ്ങൾ പല ആൾക്കാരും. ഉറപ്പായും നമ്മുടെ ആരവങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. കഴിഞ്ഞ പരീക്ഷകളിലെ മാർക്കിനെ കുറിച്ചുള്ള വീമ്പ് പറച്ചിലുകളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് മറക്കാം. 4 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കും എന്ന് പ്ലാൻ ചെയ്തിട്ട് അരമണിക്കൂർ പോലും പഠിക്കാതെ പരാജയപ്പെട്ടു പോയ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് കുറ്റബോധം ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് പുതിയൊരു തുടക്കത്തിന് തയ്യാറാവേണ്ടതുണ്ട്. നമുക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ, ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ, നമ്മൾ പരാജയപ്പെട്ടു പോയ കഥകളെക്കുറിച്ച് ഓർത്ത്, നമുക്ക് പഠിക്കാൻ കഴിയാതെ പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. എന്നിട്ട് 2025 മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ആ പരീക്ഷയിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ വന്ന് രക്ഷിക്കും എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് എളുപ്പമുള്ള ഓപ്ഷനാണ്. ലൈഫിൽ ഒരു തവണ മാത്രമാണ് നമുക്ക് SSLC എക്സാം എഴുതാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങളുടെ ഊഴം 2025 മാർച്ചിലാണ്. ആ പരീക്ഷകളെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏറിയോ കുറഞ്ഞോ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ വരുന്ന 2025 SSLC എക്സാം കുറച്ച് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും സംശയം കൂടി, വീണ്ടും പേടി കൂടി. സാർ, ഈ പരീക്ഷ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ ഒരു കാര്യം പറയാം. ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് മാറ്റർ. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങളതിലെല്ലാം ഇൻവോൾവ് ചെയ്യണമെന്നും അതെല്ലാം നിങ്ങൾ കേട്ടിരിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. 1, പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ എത്ര സമയം ബാക്കിയുണ്ട്. 2, നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. IT ഉൾപ്പെടെ 115 ചാപ്റ്റേഴ്സാണ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ളത്. പക്ഷെ അവിടെ 115 എന്ന് പറയുമ്പോഴും അതിൽ കുറേ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ചു തീർക്കാൻ ബാക്കിയുള്ള വലിയ ചാപ്റ്ററുകളെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എന്നിട്ട് ഇന്നു മുതൽ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുന്ന മുതൽ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അതായത് ഇന്നു മുതൽ ഇത്ര സമയം ഞാൻ ഈ സബ്ജക്റ്റിൽ, ഈ ടോപ്പിക്കിൽ സ്പെൻഡ് ചെയ്യും എന്ന് നിങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാം? കുറ്റം പറയാം. അതുകൊണ്ടാണ് എനിക്ക് പരീക്ഷ ബുദ്ധിമുട്ടായത്, ഇതുകൊണ്ടാണ് എനിക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഈ വർഷത്തെ പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും പരീക്ഷ ബുദ്ധിമുട്ടാണ്, ജനറലി പരീക്ഷ ടഫാണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യണ്ട, ഫോക്കസ് ചെയ്യണ്ട. ആകെയുള്ള ചോദ്യം, നിങ്ങൾക്ക് ഇനിയുള്ള സമയത്ത് സിസ്റ്റമാറ്റിക്കായി ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇനിയുള്ള ഷോർട്ട് ടേം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ ആ ഷോർട്ട് ടേമിൽ നിങ്ങളെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് സൈലത്തിൻ്റെ എൻഡ് ഗെയിമിനെ കുറിച്ചാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ റിവിഷൻ മോഡിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായി കംപ്ലീറ്റ് ചെയ്ത് തരുന്നു. ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് ടീച്ചേഴ്സ് തന്നെയാണ്. ഈ ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോണ്ടന്റ് വീഡിയോസും മെറ്റീരിയൽസും ദെൻ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ഈ എൻഡ് ഗെയിമിൽ അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. ഈ ഷോർട്ട് ടൈമിൽ സിസ്റ്റമാറ്റിക്കായി ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു അഡീഷണൽ സപ്പോർട്ട് കൂടെ വേണം. ആൻഡ് എൻഡ് ഗെയിം ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം നിങ്ങളുടെ സീറ്റ്. ആൻഡ് ഗംഭീരമായി ഈ വരുന്ന SSLC എക്സാം നമുക്ക് എഴുതണം. ആൻഡ് നമ്മൾ ഒരുമിച്ച് ആ പ്ലാൻ നമ്മൾ സക്സസ്ഫുൾ ആക്കും. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ. താങ്ക് യു.